ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ പവിത്രത്തിൽ നമ്മുടെ വിക്രമാണ് വരുണിനെ കുത്തിയതെന്ന് എല്ലാവരും പറഞ്ഞ് പരത്തിയിരിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് വിക്രം കമലത്തിൻ്റെയും മാഷിൻ്റെയും അടുത്തേക്ക് ചെല്ലുകയാണ്. അവരെ കണ്ട വഴിക്ക് തന്നെ കമലം ഓടി വന്നിട്ട് ചോദിക്കും, മോനെ എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ പറയാണ്, അമ്മ അച്ഛ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, വരുണിനെ കുത്തിയത് ഞാനാണെന്നാണ് പറയണത്. എല്ലാ സാഹചര്യ തെളിവുകളും എനിക്കെതിരാണെന്ന് വിക്രം പറയാണ് കേട്ടോ. എൻ്റെ രൂപസാദൃശ്യം ഈ ഡ്രസ്സും ഒക്കെ ഇട്ട് ആരോ ആണ് വരുണിനെ കുത്തിയതെന്ന് വിക്രം പറയാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ മാഷ് ചോദിക്കും, നീ ആ സമയത്ത് എവിടെയായിരുന്നു എന്ന് ചോദിക്കും. അപ്പോൾ വിക്രം പറയും, ഞാൻ ഈ സമയത്ത് ക്ലബ്ബിലായിരുന്നു വെച്ചാന്ന് പറയാണ് കേട്ടോ. അപ്പോൾ വിശ്വം പറയും, നിൻ്റെ മേലെയാണ് എല്ലാ തെളിവുകളും, അപ്പോൾ നീ ഇവിടെ നിന്ന് തൽക്കാലത്തേക്കൊന്ന് മാറി നിൽക്കുക വിക്രം എന്ന് വിശ്വം പറയാണ് കേട്ടോ. അപ്പോൾ വിശ്വത്തിനോട് വിക്രം പറയും, എന്തിനാ വിശ്വട്ടെ ഞാൻ മാറി നിൽക്കണേ, ഞാൻ തെറ്റ് ചെയ്താലല്ലേ എനിക്ക് മാറേണ്ട ആവശ്യമുള്ളൂ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ മാഷ് പറയും, തെറ്റും ശരിയൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ ഇനി സമയമുണ്ട്, ആദ്യം നീ ഇവിടെ നിന്ന് മാറുന്നതാണ് വിക്രം നല്ലതെന്ന് പറയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ തന്നെ പത്രം വരികയാണ്. പത്രം വരുമ്പോൾ ഇതിലെല്ലാം ശ്രീകാന്തിൻ്റെ കളികളാണല്ലോ. പത്രത്തിൽ തന്നെ ഹെഡിങ്, വരുൺ കൊല്ലപ്പെട്ടു, കുത്തിയത് വിക്രമാണെന്ന് സംശയിക്കുന്നു. ഇത് കണ്ട വഴിക്ക് നമ്മുടെ ദീപ്തി തലകറങ്ങി വീഴുകയാണ് കേട്ടോ. ഒരു വിധത്തിൽ ദീപ്തിനെ എല്ലാവരും റൂമിൽ കൊണ്ടുപോയി കിടത്തും. കിട്ടിയ അവസരം മുതലെടുത്തുകൊണ്ട് തന്നെ വിക്രമാണ് ഇത് ചെയ്തതെന്ന് ശ്രീകാന്ത് ഉറപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ വേദ ഇങ്ങനെ നോക്കുന്നുണ്ട്, ചേട്ടൻ ഇങ്ങനെ വിക്രത്തിൻ്റെ തലയിൽ ഈ കുറ്റം ചുമത്താൻ വേണ്ടി ശ്രമിക്കുന്നതൊക്കെ വേദയ്ക്ക് മനസ്സിലാവുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കിട്ടിയ അവസരത്തിൽ തന്നെ നമ്മുടെ ശ്രീകാന്ത് ശങ്കരനാരായണനോട് പറയാണ്, അച്ഛ അവ ഒരിക്കലും നന്നാവില്ല, അവൻ്റെ കയ്യിൽ നിന്ന് നമ്മുടെ പെങ്ങൾ രക്ഷപ്പെട്ടതുകൊണ്ട് സമാധാനിപ്പിക്കുകയാണ് വേണ്ടത് അച്ഛ, വേദ രക്ഷപ്പെട്ടു അവൻ്റെ കയ്യിൽ നിന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ ശങ്കരനാരായണൻ പറയുന്നത്, അവനെന്തിനാ ഇപ്പോൾ ആ പയ്യനെ കുത്തേണ്ട ആവശ്യം, അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല അവന്, അവർ തമ്മിലിപ്പോൾ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ശങ്കരനാരായണൻ പറയുകയാണ് കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് പറയണ അവർ തമ്മിൽ ഇതിക്ക് മുന്നേയും പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അച്ഛാന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഒരു വിധത്തിൽ പറഞ്ഞ് ശങ്കരനാരായണൻ ഇത് വിക്രമാണ് ഇത് ചെയ്തതെന്ന് ഇങ്ങനെ വരുത്തി വെക്കുകയാണ് കേട്ടോ. പിന്നെ ആണെങ്കിൽ നമ്മുടെ ദീപ്തിക്കാണെങ്കിൽ വരുണിനെ കാണണം. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് നമ്മുടെ ദീപ്തിനെ വരുണിനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. വരുണിനെ കണ്ട വഴിക്ക് തന്നെ ദീപ്തി പൊട്ടിക്കരയാണ് കേട്ടോ. അതുപോലെ തന്നെ വരുണിൻ്റെ ബോഡി കാണുമ്പോൾ തന്നെ അമ്മയും രണ്ടാനമ്മയാണെങ്കിലും അമ്മയും വാസ്തവനും ഒന്നും സഹിക്കാൻ പറ്റുന്നില്ല വരുണിൻ്റെ കിടപ്പ് കണ്ടിട്ട്. അപ്പോൾ എല്ലാവരും പൊട്ടിക്കരയാണ്. ഈ സമയത്ത് ശ്രീകാന്ത് തന്നെ കൊണ്ട് പറ്റണ പോലെ തന്നെ ഒരു വിഷം കുത്തി നിറയ്ക്കുകയാണ് കേട്ടോ നമ്മുടെ വാസ്തവൻ്റെ മനസ്സിൽ. ഇത് ചെയ്തത് അവനാണ്, അവനെ വെറുതെ വിടാൻ പാടില്ല, അവനെ കണ്ടുപിടിച്ച് നമുക്ക് കൊല്ലണം, നിയമത്തിൻ്റെ വഴിക്ക് അവനെ വിടരുതെന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് വാസ്തവന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. പറ്റുന്ന പോലെ ചന്ദ്രശേഖരനും പറയുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ വേദയാണെങ്കിൽ വർക്ക്ഷോപ്പിൽ പോയിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. വർക്ക്ഷോപ്പിൽ പോയി കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ അനിയൻകുട്ടനും അവരെല്ലാം പറയും, ഞങ്ങളുടെ കൂടെയായിരുന്നു വിക്രം ഈ സംഭവം നടക്കുമ്പോൾ, ഇത് വിക്രത്തിൻ്റെ തലയിൽ ആരോ കൊണ്ടുവന്ന് പെടുത്തിയതാണെന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ വേദയ്ക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. വേദ അപ്പോൾ തന്നെ വരുണിനെ കാണാനായിട്ട് വരുണിൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ശ്രീകാന്തും ചന്ദ്രശേഖരനെയും കാണും കേട്ടോ. കാണുമ്പോൾ തന്നെ വേദയ്ക്ക് ദേഷ്യം വരും. അപ്പോൾ ശ്രീകാന്ത് വേഗം വേദയുടെ അടുത്തേക്ക് വന്നിട്ട് പറയും, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്, നിന്നെ കണ്ട ഇവിടെ ആകെ പ്രശ്നമാവും കേട്ടോ, നിൻ്റെ ഭർത്താവാണ് ഇവനെ ഇങ്ങനെ ചെയ്തതെന്നാണ് ഇവിടെ എല്ലാവരും വിചാരിച്ചേക്കണതെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ വേദ പറയും, വിചാരിച്ചേക്കണതല്ല, നിങ്ങളൊക്കെ വരുത്തി വച്ചിരിക്കണതാണെന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ശ്രീയേട്ടൻ്റെ കളി ഇത്തിരി കൂടുന്നുണ്ട്, ഇത് തീ കൊണ്ടായി കളിച്ചതെന്നുള്ള കാര്യമൊക്കെ വേദ പറയാണ് കേട്ടോ. അപ്പോൾ വാസവൻ വേഗം വന്നിട്ട് പറയും, ഇവളെ ഈ പടിക്ക് ചവിട്ടരുത്, ഇവളെ ഇറങ്ങിപ്പോട്ടെ, എൻ്റെ മകനെ ഇല്ലാതാക്കിയവൻ്റെ ഭാര്യ എൻ്റെ മകനെ കാണണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വേദേനെ അവിടെ നിന്ന് ആട്ടി പറഞ്ഞയക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ഭാഗത്ത് എന്താ ഉണ്ടായിരിക്കണമെന്ന് നമുക്ക് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവും. ഏതായാലും നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.